തിരുവല്ല മണ്ഡലമാണ് ഇനി അനലൈസ് ചെയ്യുന്നത്. തിരുവല്ല മണ്ഡലം എന്ന് വെച്ചാൽ തിരുവല്ല മുനിസിപ്പാലിറ്റിയും 11 പഞ്ചായത്തും, അതും വലിയ മണ്ഡലമാണ്. 12 ലോക്കൽ ബോഡീസ് ഉണ്ട്. തിരുവനന്തപുരമൊക്കെ 5-6 ലോക്കൽ ബോഡിയുള്ള ഒരു മണ്ഡലമാണ്. 12 വരുമ്പം 10 കൂടുതലാണ് പഞ്ചായത്തുകൾ. തിരുവല്ലയില് UDF, പത്തനംതിട്ട പൊതുവായിട്ടൊരു UDFന് നല്ല വോട്ടിംഗ് കൂടിയിട്ടുണ്ട്. UDFന് 53,000 വോട്ട് കിട്ടിയപ്പം LDFന്റെ 40,000 വോട്ടോളം ഉണ്ട്. BJP 30,000 വോട്ടുണ്ട്. BJPക്ക് 20% വോട്ട് ക്രോസ് ചെയ്തൊരു മണ്ഡലമാണ്. മറ്റുള്ള സ്വതന്ത്രം എല്ലാം കൂടെ 20,000 വോട്ടോളം ഉണ്ട്. സ്വതന്ത്രം അവിടെ സ്ട്രോങ് ആണ്. വെളിയിൽ ഒത്തിരി ന്യൂട്രൽ വോട്ടുകൾ വെളിയിലുണ്ടെന്നാണ് സ്വതന്ത്രർക്ക് വോട്ട് കൂടിയപ്പോൾ. ഇപ്പം മെമ്പർമാരെ നോക്കിയാൽ UDFന് 90 മെമ്പർമാര്, LDFന് 58 മെമ്പർമാര്, NDA 36, മറ്റുള്ള സ്വതന്ത്രരായിട്ട് 17 പേരുമുണ്ട്. ഇതിലും തിരുവല്ലയിൽ ഞാൻ UDF തന്നെ വിജയിക്കുമെന്നാണ് വിചാരം. കാരണം നല്ല മാർജിനുണ്ട്, 13,000-14,000 വോട്ടിന്റെ മാർജിനുണ്ട്. എന്നാൽ NDA നല്ലൊരു മുന്നേറ്റം നടത്തും. കാരണം അത് അനൂപ് ആന്റണി, ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി, BJP ജനറൽ സെക്രട്ടറി തന്നെ മത്സരിക്കുന്ന ശക്തരായൊരു കാൻഡിഡേറ്റ് ആണ്. അത് നല്ലൊരു വോട്ട് കൂട്ടുമെന്നും അത് LDFന്റെ വോട്ട് കൂടുതൽ പിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് BJP അവിടെ സെക്കൻഡ് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് LDF പോകുമെന്നാണ്. എന്തായാലും തിരുവല്ല ഞാൻ UDFന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.